ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ആത്തച്ചക്ക വെച്ചിട്ടുള്ളൊരു ഷേക്കാണ്. ഞാനിവിടെ ഒരു 4 ആത്തച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പൊളത്തിയിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നു. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിടുന്നു. ഇപ്പം ആത്തച്ചക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാ വീടുകളിലും ആത്തച്ചക്ക ധാരാളം കാണും. അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എനിക്കൊരു സഹായത്തിന് മകളും കൂടി ഉണ്ട്. എന്നിട്ട് 1/2 ഗ്ലാസ് പാലൂടി ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ഓൺ ചെയ്ത് അപ്പം തന്നെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കുരു അരയാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം അത് അരിപ്പയിലേക്ക് ഒഴിച്ച് നല്ല സ്പൂൺ വെച്ച് ഒന്ന് മാഷ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ പൾപ്പ് മൊത്തം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ പൾപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1/2 ലിറ്റർ പാല് 1/2 ലിറ്റർ മിൽമ പാല് നന്നായി തണുപ്പിച്ചെടുക്കുന്നു. അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അത് ഇതിനകത്തേക്കിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു ഏലക്ക ഇടുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഏലക്ക ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ ഇട്ടില്ല. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഏത് ഗ്ലാസ്സിലാണോ അതിലേക്ക് ഒഴിക്കാം. നല്ല ഹെൽത്തി ഡിഷാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഇതാകുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പം കുരു വായിൽ പോകുമെന്നോ ഒന്നും നമുക്ക് പേടിക്കണ്ട. നമ്മൾ ജ്യൂസ് ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് അത് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അല്ലെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം കൂടുതൽ തോന്നാൻ വേണ്ടിയിട്ട് മുകളിൽ ഇച്ചിരി കാഷ്യോ മുന്തിരിയോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ നട്ട്സ് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് മുകളിലിട്ട് കുഞ്ഞുങ്ങൾക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ നല്ല ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യും. Okay, bye.